നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു കഥാരൂപത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയുന്ന ഒരു സുപരിചിതമായ ഒരു കഥയാണ്. എന്തെന്നറിയാവോ? ഒരു ചെരുപ്പ് നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു. ആ ചെരുപ്പ് നിർമ്മാണ കമ്പനി ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് അവരുടെ 2 സെയിൽസ് മാനേജേഴ്സിനെ വിടുകയാണ്. അവിടുത്തെ വിപണി എങ്ങനെയാണ്, ആഫ്രിക്കയിലുള്ള ചെരുപ്പിൻ്റെ വിപണി എങ്ങനെയാണെന്ന് തിരിച്ചറിയാനായിരുന്നു ഈ 2 ആളുകളെ ഈ കമ്പനി അങ്ങോട്ടേക്ക് വിടുന്നത്. അവിടെ എത്തിയ ഉടനെ തന്നെ അതിൽ ഒരു സെയിൽസ് മാനേജർക്ക് മനസ്സിലായി ഇവിടെ ചെരുപ്പിനൊരു സാധ്യതയുമില്ല. കാരണം എന്താണെന്നറിയാവോ? അവിടെ ആരും ചെരുപ്പ് ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ അയാൾ കമ്പനിയിലേക്ക് ഒരു ഫാക്സ് മെസ്സേജ് അയച്ചു. അതിങ്ങനെയായിരുന്നു: ഇവിടെ ചെരുപ്പ് ആരും ഉപയോഗിക്കുന്നില്ല, അത് കാരണം ഇവിടെ സാധ്യത വളരെ കുറവാണ്. അതിനാൽ ചെരുപ്പ് വിൽക്കുന്ന സാധ്യത വളരെ കുറവായതിനാൽ എനിക്ക് തിരിച്ചു വരാനുള്ള ടിക്കറ്റ് അയച്ചു തരണം എന്നായിരുന്നു ആ ഫാക്സ് മെസ്സേജ്. എന്നാൽ നമ്മളുടെ 2ാമത്തെ സെയിൽസ് മാനേജർ ഉണ്ടല്ലോ, അദ്ദേഹം ഒരു ഫാക്സ് അയച്ചു. അതിങ്ങനെയായിരുന്നു: ഇവിടെ ആരും ചെരുപ്പ് ഉപയോഗിക്കുന്നില്ല, അത് കാരണം ഇവിടെ സെയിൽസിന് വളരെയധികം ചെരുപ്പിൻ്റെ സാധ്യത വളരെയധികം കൂടുതലാണ്. എത്രയും പെട്ടെന്ന് ഒരു ലോഡ് ചെരുപ്പ് എനിക്ക് അയച്ചു തരണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാക്സ് മെസ്സേജ്. ഇതിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? 2 ആളുകൾ ഒരേ സാഹചര്യത്തെ വ്യത്യസ്ത രീതിയിൽ കാണുന്നു എന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരേ സാഹചര്യമാണ്, പക്ഷെ 2 വ്യക്തികൾ കാണുന്ന കാഴ്ചപ്പാട് വ്യത്യാസമാണ്. ഇതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. സാഹചര്യങ്ങൾ സെയിം ആയിരിക്കും, ആളുകൾ കാണുന്ന കാഴ്ചപ്പാടിനാണ് വ്യത്യാസം വരുന്നത്. ദുരനുഭവങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഒരു സാധാരണക്കാരൻ നിന്നും എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ പേഴ്സൺ വേർപെട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണത് എങ്ങനെയാണെന്നറിയോ? ഇതേ സാഹചര്യങ്ങൾ അയാൾക്കും ഉണ്ടാവും, ഈ സക്സസ്ഫുൾ പേഴ്സൺ ഉണ്ടാവും. ആ സക്സസ്ഫുൾ പേഴ്സൺ എന്താ ചെയ്യുന്നത്? അതിലുള്ള നന്മകളെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് എങ്ങനെയാണോ അത് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന ആ രീതിയിലേക്ക് അദ്ദേഹം ആ സാഹചര്യത്തെ കൺവേർട്ട് ചെയ്യാനുള്ള കഴിവ് അയാൾക്കുണ്ടാവും. അതേസമയം സാധാരണക്കാരൻ എന്ത് ചെയ്യുന്നു? ഈ സാഹചര്യത്തിൽ തന്നെ ദുരനുഭവങ്ങൾ അനുഭവിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ കിടന്ന് അതിൻ്റെ അടിമയായിത്തീരുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. 2 ആളും ഒരേ സാഹചര്യത്തിനെ വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത്. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ ജീവിതത്തെ സൃഷ്ടിക്കുന്നത്. ഏത് മോശം അനുഭവങ്ങളായിക്കോട്ടെ, ആ അനുഭവത്തിൽ നന്മകളെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം വളരെയധികം നല്ല രീതിയിലേക്ക് മാറുന്നു. നമ്മൾ ആ മോശം സാഹചര്യത്തിൽ മോശ സാഹചര്യങ്ങളെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ട് അതിൽ തന്നെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല. നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റാൻ ശ്രമിക്കണം. നമ്മൾ ഏത് സാഹചര്യത്തിലെയും നന്മകളെ തിരിച്ചറിഞ്ഞ് തുടങ്ങുക. ഇന്നു മുതൽ നമ്മൾ ഏത് സാഹചര്യത്തിൻ്റെയും നന്മകളെയും ഓപ്പർച്യൂണിറ്റീസിനെയും തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം മുന്നിലേക്ക് വരാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഓരോരുത്തർക്കും ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഏത് സാഹചര്യത്തിലെയും നന്മകളെ തിരിച്ചറിയുക, നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുക. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ ജീവിതം സൃഷ്ടിക്കുന്നത്. താങ്ക് യു.